ഭൂമിയും സൃഷ്ടിച്ചു. അതോടുകൂടെ ലൂസിഫർ എന്ന ഒരു ദൂതനെയും അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു വലിയ ദൂത സംഘത്തെയും സൃഷ്ടിച്ചിരുന്നു. ദൈവിക സൃഷ്ടിയിൽ ഏറ്റവും മനോഹരമായിരുന്നത് ലൂസിഫർ. ഇന്ന് ഒരു കെരൂബിന്റെ രൂപം കണ്ടുകിട്ടിയത് നമ്മളിവിടെ പ്രൊജക്റ്റ് ചെയ്യും. അത് കാണുമ്പോൾ എത്രയും ക്ലിയർ ആണെന്ന് എനിക്ക് അതിലൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഇതിനകത്തിരിക്കുന്ന ഏത് വ്യക്തിയെക്കാളും സൗന്ദര്യം കുറഞ്ഞവനാണ് കെരൂബ്. ദൈവിക സൃഷ്ടിയിൽ ദൂതന്മാരുടെ ഇടയിൽ സൗന്ദര്യം ഉണ്ടായിരുന്നവൻ കേവലം ലൂസിഫറും അദ്ദേഹത്തിന്റെ അനന്തരന്മാരുമായിരുന്നു. ആകാശത്തിൽ കാണുന്ന ലക്ഷോപിലക്ഷം നക്ഷത്രങ്ങളും കോടി കോടി ഗ്രഹങ്ങളും ദൈവം ദൂതന്മാരുടെ വാസത്തിന് വേണ്ടി സൃഷ്ടിച്ചതാണ്. പാഴായിട്ട് ദൈവം ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. വല്ലപ്പോഴും ഒരിക്കലൊന്നും മിന്നിക്കാണിക്കാനല്ല നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചത്, അതിനൊക്കെയും ദൂതന്മാരെ പാർപ്പിക്കാനാണ്. അതുകൊണ്ട് ജനിച്ച നക്ഷത്രം ഏതാണെന്ന് ചോദിച്ച് പലരും കണക്ക് കൂട്ടുന്നത്. കാര്യം ഈ നക്ഷത്രങ്ങളിൽ പാർക്കുന്ന ദൂതന്മാർക്ക് മനുഷ്യന്റെ മേൽ അല്പസ്വല്പം ഇൻഫ്ലുവൻസ് ഉണ്ട്. ഒരു ദൈവവേദനയുടെ കാര്യം അല്ല ഞാൻ പറഞ്ഞ സാധാരണക്കാരന്റെ കാര്യം. ഞാൻ ദൈവത്തിന്റെ പൈതലാകിയ നക്ഷത്രങ്ങളുടെയും ദൂതന്മാരുടെയും സൃഷ്ടാവ് എന്റെ പിതാവാകയാൽ എനിക്ക് അവരുടെ മേൽ ഇൻഫ്ലുവൻസ് ഉണ്ട്, എല്ലാവർക്കും ഇൻഫ്ലുവൻസ്. ഇങ്ങനെ ദൈവം ആക്കിയ കൂട്ടത്തിൽ ലൂസിഫറിന് വേണ്ടി സൃഷ്ടിച്ചതാണ് ഈ ഭൂമി. യോബിന്റെ പുസ്തകം പറയുന്നത് ദൈവപുത്രന്മാർ ദൈവസന്നിധിയിൽ ഘോഷിച്ചുല്ലസിക്കുമ്പോൾ പ്രഭാത നക്ഷത്രങ്ങൾ പൊട്ടിയാർക്കവേ. യോബ് 39 തോന്നുന്നു യോബിന്റെ പുസ്തകത്തിൽ. പ്രഭാത നക്ഷത്രങ്ങൾ എന്ന് ബൈബിളിൽ എവിടെയെങ്കിലും പറയുന്നെങ്കിൽ അത് ലൂസിഫറിന്റെ സമൂഹത്തെ കുറിച്ചാണ്. കാര്യം ഹെലാൽ എന്ന വാക്കാണ് ലൂസിഫർ എന്ന നക്ഷത്രം, പ്രകാശമുള്ളവൻ എന്ന അർത്ഥത്തിലാണ്. അങ്ങേരായിരുന്നു തേജസ്സുള്ളവൻ, പ്രകാശമുള്ളവൻ, സൗന്ദര്യമുള്ളവൻ. അദ്ദേഹത്തിന്റെ മക്കൾക്ക് വേണ്ടിയാണ് ഈ ഭൂമിക്ക് ദൈവം അടിസ്ഥാനമിട്ടത്. ഞാനിന്ന് ശാസ്ത്രത്തിലോട്ട് കയറിയാൽ നിർത്താൻ പ്രയാസമാണ്. ഭൂമിക്ക് അടിസ്ഥാനം ഇല്ലെന്ന് പറയുന്നവരുണ്ട്. ഭൂമിക്ക് അടിസ്ഥാനം ഉണ്ട്. വിവരവും വിദ്യാഭ്യാസവും പലരും ഇതിനകത്തുണ്ട്. ദൈവം ഈ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടിരിക്കുന്നത് മൾട്ടി ലെയറാണ്. ഇതിന്റെ ഏറ്റവും അടിയിലത്തെ ലെയറിൽ അടിസ്ഥാനം എന്ന പദത്തിന് കുഴി കുഴിച്ചാൽ അത് കല്ല് കുഴിച്ചിടുക എന്ന അർത്ഥമല്ല, അത് കെട്ടിടം പണിയുടെ അടിസ്ഥാനമാണ്. ദൈവം ഭൂമിക്കിട്ടിരിക്കുന്ന അടിസ്ഥാനം ഇതിന്റെ ഏറ്റവും ഇന്നർ കോറിൽ നിക്കലും ഇരുമ്പും ചേർന്ന ഒരു മിശ്രിതം, ഒരു സ്പെഷ്യൽ അലോയിയ ഉപയോഗിച്ചിരിക്കുന്നത് മൈലുകൾ വണ്ണത്തിൽ. അതിന്റെ മുകളിൽ നിക്കലും അലോയിയും തന്നെ വേറൊരു കോമ്പിനേഷനിൽ ചേർത്ത രണ്ടാം ലെയർ. അതിന്റെ മുകളിൽ അനേക ലോഹങ്ങൾ ഒരുമിച്ച് ചേർത്ത മൂന്നാം ലെയറുണ്ട്. അതിന്റെ മേളിൽ നാലാം ലെയർ, അഞ്ചാം ലെയർ, ആറാമത്തെ ലെയർ റോക്കി ക്രസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. കരിമ്പാറ കൊണ്ട് അത് മൂടി. അതിന്റെ മുകളിൽ മണ്ണിട്ടേച്ചാണ് ദൈവം ഈ ഭൂമിയെ ഉണ്ടാക്കിയത്. ദൈവം ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. എപ്പോഴാണ്? പ്രഭാത നക്ഷത്രങ്ങൾ ദൈവസന്നിധിയിൽ പൊട്ടിയാർക്കവേ ദൈവം ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ലൂസിഫറിന് വേണ്ടി ഈ ഭൂമിയെ കൊടുത്തു. ലൂസിഫർ ദൈവത്തോടുകൂടെ നിരന്തരം സഞ്ചരിച്ചിരുന്നവനും ദൈവത്തെ ആരാധിക്കുന്നവനും പാടാൻ കഴിയുന്നവനും പാട്ടുപാടി ആരാധിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ ചിറകുകൾ വിടർത്ത് മറയ്ക്കുമ്പോൾ അതിനകത്തു നിന്ന് സംഗീതം വരിമാറ് സംഗീത സന്മാർഗമായി അദ്ദേഹത്തെ ദൈവം സൃഷ്ടിച്ചു. തന്റെ ദൂതന്മാരെയും സൃഷ്ടിച്ചു. കുറെ നാൾ ദൈവത്തോടുകൂടെ സഞ്ചരിക്കുകയും ഇതര ദൂതഗണങ്ങൾ ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നത് കണ്ട ലൂസിഫറിന്റെ അകത്തൊരു അഹങ്കാരം കയറി. അഹങ്കരിക്കാൻ കാരണങ്ങൾ: ഒന്ന്, അവന്റെ സൗന്ദര്യം അവനെ അഹങ്കാരത്തിലേക്ക് നടത്തി. രണ്ട്, അവന്റെ ജ്ഞാനത്തിന്റെ വലിപ്പം അവനെ അഹങ്കാരത്തിലേക്ക് നടത്തി. മൂന്ന്, അവന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം, അവനൊരു വല്ലവരോടും ബന്ധമുണ്ട്, കോണ്ടാക്ട്, അവനെ അഹങ്കാരത്തിലേക്ക് നടത്തി. നമ്മളെ ഇത് തന്നെയാണ് നടത്തുന്നത്. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മയും സാധാരണ അഹങ്കാരത്തിലേക്ക് നടത്തുന്നത്. കാര്യം ലൂസിഫർ ഇവിടെ കയറും, ഇത് കിട്ടിയത്. അങ്ങനെ അഹങ്കരിച്ചു. ഇതര ദൂതന്മാർ എന്നെ ആരാധിക്കണം എന്ന് ലൂസിഫറിന്റെ ഹൃദയത്തിൽ അവൻ ചിന്തിച്ചു. ഹൃദയത്തിൽ ചിന്ത ഉണ്ടായതോടെ തമ്പുരാൻ ലൂസിഫറിനെ ഇവിടെ നിന്ന് തള്ളി. ഈ ഭൂമിയിൽ നിന്ന് അവന്റെ വാസം മാറ്റി. ദൈവം ഈ ഭൂമിയെ ശപിച്ചു. ഈ ഭൂമിയെ ദൈവം നശിപ്പിച്ചു. യെരമ്യാവിന്റെ പുസ്തകം 4-ാമത്തെ അധ്യായവും യോബിന്റെ പുസ്തകവും ചേർത്ത് വായിച്ചാൽ ദൈവം സൂര്യനോട് ഉദിക്കരുത് എന്ന് കൽപ്പിച്ചു. അവൻ നക്ഷത്രങ്ങളെ പൊതിഞ്ഞു കിട്ടി. അവൻ പക്ഷികളോട് മാറിപ്പോകുവാൻ ആവശ്യപ്പെട്ടു. വേറൊരു ഭൂമി അറിയാതെ അതിന്റെ തൂണുകൾ അഥവാ പർവ്വതങ്ങൾ കുലുങ്ങി, അത് താറുമാറായി. ഞാൻ പല വേദഭാഗങ്ങൾ ഒരുമിച്ച് ചേർത്ത് സ്പീഡിൽ പോകുക. വേറൊരു ഭാഷയിൽ ദൈവം ഭൂമിയെ അതിന്റെ ഭ്രമണ പദത്തിൽ നിന്ന് വലിച്ചൊരേറെറിഞ്ഞു. അത് ആകാശത്തിൽ, അന്തരീക്ഷത്തിൽ, വിദൂരതയിൽ യാതൊരു നക്ഷത്രങ്ങളുമായി ബന്ധമില്ലാതെ യുഗങ്ങൾ കറങ്ങിക്കൊണ്ടിരുന്നു. എന്നാൽ ഭൂമിമേൽ ഉണ്ടായിരുന്ന വെള്ളം ഉറഞ്ഞ് കട്ടിയാകുകയും
ആഴത്തിന്റെ മേൽ ഇരുൾ വ്യാപരിക്കുകയും പരിശുദ്ധാത്മാവ് ഈ ഭൂമിക്ക് കാവലിരിക്കുകയും ചെയ്തു. എന്തിനാ പരിശുദ്ധാത്മാവ് ഭൂമിക്ക് കാവലിരുന്നത്? ഇത് പാഴും ശൂന്യവുമായി തീർന്നെങ്കിലും ഇതിനെ മടക്കി കൊണ്ടുവരികയും തിരിച്ച് ദൈവഹിതമുള്ള രൂപത്തിൽ എത്തിക്കുകയും ചെയ്യണം. അതിന് മുന്നമേ ലൂസിഫറിന്റെ സൈന്യം ഇതിനെ തിരികെ നശിപ്പിക്കാതിരിക്കുവാൻ ദൈവം ഇതിന് കാവലാക്കി. പരിശുദ്ധാത്മാവ് തന്നെ ഇതിന് കാവലായി. വേറെ ഒരു ദൂതനെ കൊണ്ടും ലൂസിഫറിനെ ജയിക്കാൻ ഒക്കത്തില്ല. അവനായിരുന്നു പ്രധാന ആർക്കേഞ്ചൽ. ആകയാൽ പരിശുദ്ധാത്മാവിനെ തന്നെ കാവലാക്കി. എത്ര യുഗങ്ങൾ അങ്ങനെ പോയി എന്ന് അറിഞ്ഞുകൂടാ. ഒരു ദിവസം ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവം ഭൂമിയെ പുനരുദ്ധരിച്ചു. പുനരുത്ഥാനത്തിന്റെ പദങ്ങൾ ലെറ്റ് ദെയർ ബി ലെറ്റ്. ഞാനിവിടെ പറയണമെന്ന് കരുതിയതല്ല, തൊട്ടുപോകുക ഇറങ്ങി വരുന്നത് കൊണ്ട്. സൃഷ്ടി എന്ന പദം ബൈബിളിൽ 2 പ്രാവശ്യമേ ഉള്ളൂ. ബാരക് എന്ന പദമാണ് അതിന് എബ്രായയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന്, ദൈവം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ബാരക്. 2, ദൈവം ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ബാരക്. ഈ 2 പ്രാവശ്യമേ ഉള്ളൂ. ഇതിനിടയിൽ വെളിച്ചം സൃഷ്ടിച്ചു, പക്ഷികളെ സൃഷ്ടിച്ചു എന്നൊക്കെ മലയാളത്തിൽ നമ്മൾ പറയുന്നത് അങ്ങനെയല്ല. ഇംഗ്ലീഷിൽ പോലും അത് വായിച്ചാൽ ദൈവത്തിന്റെ കൽപ്പന ലെറ്റ് ദെയർ ബി ലെറ്റ്. Let there be എന്നത് it is not a word of creation but it is a word of permission. അത് സൃഷ്ടിക്കപ്പെടുവാനുള്ള ആജ്ഞയല്ല, മടങ്ങി വന്നുകൊള്ളാനുള്ള കൽപ്പനയാണ്. ഭൂമിയെ എടുത്തെറിഞ്ഞിരുന്ന മണ്ഡലത്തിൽ നിന്ന് അത് അതിന്റെ സ്വന്തം സ്ഥലത്തേക്ക് മടങ്ങി വന്നു. വെളിച്ചം ആദ്യ ദിവസം തന്നെ പ്രത്യക്ഷമായി. എത്ര മണിക്കൂറുള്ളതായിരുന്ന ദിവസമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അത് കഴിഞ്ഞ് 3-ാം ദിവസമാണ് സൂര്യൻ ഉണ്ടാകുന്നത്. എങ്കിൽ ആദ്യത്തെ 2 ദിവസം വെളിച്ചം ഇവിടെ നിന്ന് വന്നു. ഏതൊക്കെയോ നക്ഷത്രമണ്ഡലങ്ങളുടെ ഇടയിലൂടെ പാസ് ചെയ്തപ്പോൾ ഇതിന് വെളിച്ചം കിട്ടിത്തുടങ്ങി. 3-ാം ദിവസം സൂര്യൻ ഉണ്ടാകുമാറ് അത് ഈ മണ്ഡലത്തിൽ മടങ്ങി വന്നു. ദൈവം ഈ ഭൂമിയെ മടക്കി വരുത്തുമ്പോഴാണെന്ന് ഞാൻ കരുതുന്നു. അത്രേ എനിക്കറിയത്തുള്ളൂ. ഹ്യൂമൻ ലൈഫ് സപ്പോർട്ട് ചെയ്യത്തക്ക രൂപത്തിൽ ദൈവം ഭൂമിയെ ആക്കി. അതിന്റെ തെളിവ് 9 ഗ്രഹങ്ങളാണ് ഇന്ന് നമ്മൾ പൊതുവെ വിശ്വസിക്കുന്നത്. 8 ഉള്ളൂ. 9ാമനെ പ്ലൂട്ടോയെ ഗ്രഹമെന്ന് വിളിക്കാൻ കൊള്ളുകയില്ലെന്ന് ഇപ്പോൾ ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്. വാട്ടെവർ, 9 പേരെയാണ് നമ്മൾ പൊതുവെ ഗ്രഹമെന്ന് വിളിക്കുന്നത്. ഇതിനകത്തുനിന്ന് ലൈഫ് സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഭൂമി മാത്രമേ ഉള്ളൂ. സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വീനസിനകത്ത് മാക്സിമം ടെമ്പറേച്ചർ 470 ഡിഗ്രി സെന്റിഗ്രേഡിന് മേളിലാണ്. മിനിമം ടെമ്പറേച്ചർ -470 ഡിഗ്രി സെന്റിഗ്രേഡിന് താഴെയാണ്. ഒറ്റ പ്രാവശ്യം സൂര്യനെ ചുറ്റി വരുമ്പോൾ അഥവാ ലൈഫ് ഉണ്ടായിരുന്നെങ്കിൽ പണ്ടേ തീർന്നു, അത് നിൽക്കില്ല. 2, സൂര്യനിൽ നിന്ന് 2ാമതായി നിൽക്കുന്ന പുള്ളി അതിന്റെ മിനിമം ടെമ്പറേച്ചറും മാക്സിമം ടെമ്പറേച്ചറും 480 ഡിഗ്രി സെന്റിഗ്രേഡ്. അതിന്റെ താഴോട്ട് ഇത് വരത്തേ ഇല്ല. ഇതിനകത്തൊന്നും ആർക്കും പോകാനൊക്കത്തില്ല. 3ാമത് നിൽക്കുന്നത് നമ്മുടെ ഭൂമിയാണ്. ഇവന്റെ ടെമ്പറേച്ചർ +45 ആണ് നോർമൽ മാക്സിമം. അവിടെ മുതൽ -42 വരെയാണ് ഇത് സാധാരണ പോകാറുള്ളത്. ലൈഫ് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഏക പ്ലാനറ്റ്. അതിന്റെ താഴോട്ടുള്ളതെല്ലാം -150 താഴെയാണ്. 700 വരെയൊക്കെ താഴോട്ട് പോകും. ഇതാണ് ടെമ്പറേച്ചർ. ദിനരാത്രങ്ങൾ. ഒന്ന് നേരം വെളുത്താൽ 12 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് നേരം ഇരുട്ടും. ഒന്ന് ഇരുട്ടിയാൽ അടുത്ത 12 മണിക്കൂർ കഴിഞ്ഞ് വെളുക്കത്തുള്ളൂ. നടക്കാനും ഉറങ്ങാനുമുള്ള സമയം. ചില ഗോളങ്ങളിൽ 380 ദിവസം മനുഷ്യ ദിവസങ്ങൾ കണക്ക് കൂട്ടിയെങ്കിലേ ഒരു രാത്രി തീരത്തുള്ളൂ. അടുത്ത 380 ദിവസങ്ങൾ കഴിഞ്ഞാലേ ഒരു പകല് തീരത്തുള്ളൂ. ചിലയിടത്ത് 4 മണിക്കൂറേ ഉള്ളൂ രാത്രി. ഈ ക്രമീകരണങ്ങൾ തമ്പുരാൻ വരുത്തിയത്. ഈ സൂര്യരശ്മി ഇവിടെ വരുന്നതും ചൂടുണ്ടാകുന്നതും തണുപ്പുണ്ടാകുന്നതും മറ്റും ഇതിന്റെ അന്തരീക്ഷത്തിന്റെ ലെയറുകൾ മാറ്റിക്കൊണ്ട. ഇതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്ന ഒരു പദമുണ്ട്. അവൻ സൂര്യൻ ഒരു കൂടാരം അടിച്ചിരിക്കുന്നു. സൂര്യന്റെ രശ്മികളിൽ ഏതൊക്കെ ഇതിനകത്ത് വരണമെന്നും ഏതൊക്കെ വരരുതെന്നും തീരുമാനിക്കുന്ന ഒരു കൂടാരം ഇതിന്റെ വട്ടം അടിച്ചിട്ടുണ്ട് അയനോസ്ഫിയറിൽ. ഈ ക്രമീകരണങ്ങൾ എൻ്റെ വിശ്വാസം മാത്രം ഈ മടങ്ങി വരുന്ന വരവിനാ ചെയ്തത്. കാര്യം മടക്കി ഭൂമിയെ കൊണ്ടുവന്നാൽ ഇവിടെ മനുഷ്യനെ സൃഷ്ടിക്കും, ലൈഫ് സപ്പോർട്ട് ചെയ്യണം എന്ന് തമ്പുരാൻ തീരുമാനിച്ചു. പണ്ട് ലൂസിഫറിനാൽ ആരാധിക്കപ്പെട്ടിരുന്ന ദൈവത്തെ ആരാധിക്കേണ്ടതിന് വേണ്ടി ദൈവം ആദം ഹവ്വമാരെ സൃഷ്ടിച്ചു. ആദം ഹവ്വമാരുമായി ദൈവത്തിനുണ്ടായിരുന്ന ബന്ധം ദൈവത്തിന്റെ തൃക്കരങ്ങൾ കൊണ്ട് ആദമിനെ മെനഞ്ഞെടുത്തു. ആദമിനെയും ഹവ്വയെയും കൂടെ ഒരു ശരീരത്തിലാണ് ആദ്യം സൃഷ്ടിച്ചത്. ദൈവം അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അവർക്ക് ആദമെന്ന് പേരിട്ടു എന്നാ എഴുതിയിരിക്കുന്നത്. ചിലർ പറയാറുണ്ട് അതൊക്കത്തില്ലെന്ന്. അങ്ങനെയാണ് ശാസ്ത്രം മൊത്തം തെറ്റും. ശാസ്ത്രത്തിനകത്തും യൂണിസെല്ലായിരുന്നു ആരംഭത്തെങ്കിൽ. അതിന് സെക്സ്വൽ ഡിഫറൻസ് ഇല്ലായിരുന്നു, ഒറ്റ സെക്സേ ഉള്ളായിരുന്നു. ഇറ്റ് വാസ് യൂണിസെക്സ്. ആദ്യത്തെ സൃഷ്ടി അങ്ങനെയായിരുന്നുവെന്ന് ശാസ്ത്രം പഠിപ്പിക്കുന്നു. അവിടുന്നാണ് ഇതിന്റെ വിഘടനം നടന്നത്. ഓൾ റൈറ്റ്. ഒരു ദിവസം ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവം ആദം ഹവ്വമാരെ
ഹൗവയെ വേർതിരിച്ചു. ഒരേ ശരീരത്തിൽ നിന്നും ത്രൂ എ ടർഡേമ്മ, ഒരു ആത്മവിവശതയിൽ ആദമിനെ ആക്കുകയും വേദന കൂടാതെ ഒരു സർജറി നിർവഹിച്ച് ആദമിൽ നിന്ന് ഹൗവയെ വേർതിരിക്കുകയും ചെയ്തു. ആദമിന് ഹൗവയെ ഇഷ്ടപ്പെട്ടു. കാര്യം ശാസ്ത്രം പറയുന്നു, ഒരൊറ്റ ബോഡി പ്രത്യേക സാഹചര്യങ്ങളിൽ രണ്ടായി പൊട്ടിയാൽ നമ്മൾ നെഗറ്റീവ് ആയിരണമെന്നും പോസിറ്റീവ് ആയിരണമെന്നും വിളിക്കും. അതിന് തമ്മിൽ ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും. ഇത് തന്നെയാണ് ഈ മണ്ണിൽ നടക്കുന്നത്. ദൈവം ഒരേ ശരീരത്തിൽ നിന്നും രണ്ടായി വേർതിരിച്ചു, സ്ത്രീയും പുരുഷനുമായി. എവിടെ കണ്ടാലും അവർക്ക് ഭയങ്കര അട്രാക്ഷനാണ്. അത് ദൈവ സൃഷ്ടിയ കുടുംബം യോഗ്യമായി പോകേണ്ടതിന് വേണ്ടി. എന്നാൽ ദൈവം അവരെ അനുഗ്രഹിക്കുന്നത് വരെ അവർ കുടുംബജീവിതം നയിപ്പാൻ ദൈവം ആഗ്രഹിച്ചില്ല. ദൈവത്തിൻ്റെ പർപ്പസ് ദൈവം നേരത്തെ അറിയിച്ചു. ആ കാലഘട്ടത്തിലാണ് സാത്താൻ ഹൗവയുടെ അടുക്കൽ വരുന്നത്. ഒരു പഴം ഹൗവയെ കാണിച്ചു. ഹൗവ പറിച്ചു തിന്നു. ഹൗവ നഗ്നയെന്നറിഞ്ഞിട്ടില്ല. ഞാനങ്ങ് ഓടിക്കുക. പഴം ഹൗവ പറിച്ചു തിന്നു. അവൾ നഗ്നയെന്നറിഞ്ഞില്ല. അവൾ പഴം ആദമിനും കൊണ്ടു കൊടുത്തു. അദ്ദേഹവും തിന്നു. നഗ്നനെന്ന് ഇരുവരും നഗ്നരെന്നറിഞ്ഞു. അല്ലെങ്കിൽ ഇരുവരും നഗ്നത മനസ്സിലാക്കി. ഞാൻ ഒരു പടി കൂടെ പോകാം. ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിന് മുന്നമേ അവരെ ലൈംഗിക പ്രേരണയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പഴമായിരുന്നു ഇവൻ കൊണ്ട് കൊടുത്തത്. ഇന്നും മനുഷ്യനെ ദൈവത്തിങ്കിൽ നിന്ന് അകറ്റുവാൻ പിശാച് ചെയ്യുന്ന ഒരു പ്രധാന മാധ്യമം ലൈംഗിക അസന്മാർഗിക ലൈഫാണ്, ജീവിതമാണ്. തമ്പുരാൻ വന്നു, ഞങ്ങൾ നഗ്നരാകയാൽ ഒളിച്ചിരുന്നു. ഇമ്മീഡിയറ്റ് ചോദ്യം, നഗ്നരെന്ന് ആര് പറഞ്ഞു? തിന്നരുതെന്ന് പറഞ്ഞ് പഴം തിന്നു. അതാണ് നഗ്നരെന്ന് അറിയാൻ കാരണം. ആട്ടെ, എനിക്കിനി സഹിക്കാനൊക്കത്തില്ല, ഗെറ്റ് ഔട്ട്. തോട്ടത്തിൽ നിന്ന് വെളിയിലായി. തോട്ടം കാക്കേണ്ടതിന് ദൂതന്മാരെ കാവലാക്കി. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും എന്ന വാഗ്ദത്തവും ലഭിച്ചു.